1988 ഖത്തറിലെത്തുന്നു. ഖത്തറിൽ ജോലിക്കായാണ് വന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. ആ ബിസിനസ്സിനെ ഏറ്റവും സക്സസ് ആയി അദ്ദേഹം കൊണ്ടുപോകുന്നു. അനവധി പേർക്ക് ജോലി നൽകും. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. ഇന്ന് നമുക്കൊപ്പമുള്ള അതിഥി സെപ്രോടെക്കിൻ്റെയും അംബാജ് വാട്ടറിൻ്റെയും സിഇഒയും MDയും ഒക്കെയുമായ അല്ലെങ്കിൽ എല്ലാമായ ജോസ് ഫിലിപ്പ്. നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വിശേഷം എന്ന് പറഞ്ഞാൽ യുദ്ധവും ഭീതിയും എല്ലാമായിട്ട് ഇങ്ങനെ പോകുന്നു. അതാണ് വിശേഷം. നല്ല വിശേഷമല്ല. ഇപ്പം തീർച്ചയായിട്ടും നല്ല വിശേഷമല്ല. നമുക്ക് പക്ഷേ പ്രതീക്ഷകൾ വേണമല്ലോ. അതെ, അത് തന്നെയാണ് ഈ സെഗ്മെന്റിന്റെ ഉദ്ദേശം. അത് തന്നെയാണ്, പ്രതീക്ഷകൾ വേണം. അതെ. ശരിക്കും എനിക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അങ്കിളിന് വിളിച്ച് ശീലിച്ചതുകൊണ്ട് സാറിനൊക്കെ അങ്ങനെ അങ്കിളിൽ നിന്ന് തന്നെ വിളിക്കുക. അതല്ലേ നമുക്ക്. അപ്പോൾ 1988 ഖത്തറിലേക്ക് എത്തുന്നത് അല്ലേ? 88. എന്തായിരുന്നു അന്ന് ചെയ്ത കാര്യം? ഞാൻ എൻ്റെ ഉരുവടനം കൽക്കട്ടയായിരുന്നു. നാട്ടിൽ നിന്ന് ഞാൻ കൽക്കട്ട പഠിച്ചു. അപ്പോൾ എൻ്റെ ഫാദർ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ അന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ടായിരുന്നു ബിദയിൽ, ബസാദ് സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഫാദറാണ് എന്നെ കൊണ്ടുവരുന്നത്. കൽക്കട്ടയിൽ നിന്ന് അന്ന് ആ കാലത്ത് കമ്പ്യൂട്ടർ പഠിച്ചിരുന്നു. അന്ന് ആ സമയങ്ങളിൽ കമ്പ്യൂട്ടർ ഇല്ല. അന്ന് എല്ലാം ടൈപ്പ് റൈറ്റിങ്, നമ്മുടെ ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റർ മെഷീൻ വരെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് അത്യാവശ്യം കമ്പ്യൂട്ടർ അറിയാവുന്നതുകൊണ്ട് ഞാൻ വന്നപ്പം എനിക്ക് നമ്മുടെ അന്ന് ലോട്ടസ് 1 2 3 ബേസിക്, കോബോള്, ഡിവൈസ് എന്നത്തെ അതൊക്കെ. അങ്ങനെ ഒരു ഇംഗ്ലീഷ് കമ്പനി എനിക്ക് ജോലി കിട്ടുക, ഇൻട്രോമാസ് എന്ന് പറഞ്ഞിട്ട്. ഒരു ബിഡിങ് ആണ്. അത് തന്നെ ഞാൻ കണ്ടിപ്പോഴും അത് ചെയ്യുന്നത് ബിഡിങ് ആയിരുന്നു. ഓയിൽ ഫീൽഡ് സപ്ലൈസ് ആൻഡ് ഔട്ട് സോഴ്സിങ് അതൊക്കെയായിരുന്നു അന്ന്. ഇൻട്രോമാസ് ഇംഗ്ലീഷ് കമ്പനിയായിരുന്നു, മൊത്തം ഇംഗ്ലീഷുകാരായിരുന്നു. അങ്ങനെ വന്ന് അതിനകത്ത് വന്നിട്ടാണ് പിന്നീട് യാദൃശ്ചികമായിട്ട് ബിസിനസ്സിലോട്ട് വരുന്നത്. സെപ്രോടെക്കിന്റെ തുടക്കം 1999 അല്ലേ? 99. വന്ന് 11 വർഷം കഴിഞ്ഞതിന് ശേഷം. അതെ. അല്ല, അതിന് മുമ്പ് ബിസിനസ് 93 സ്റ്റാർട്ടായി. ഞാൻ 88 ഇംഗ്ലീഷ് കമ്പനിയിൽ നിന്ന് വിട്ട് അവരുടെ തന്നെ കോപ്പി പേസ്റ്റ് അവിടുന്ന് മാറി. പിന്നെ അവരുടെ തന്നെ ഒരു കോപ്പി പേസ്റ്റ് ഇന്ന് ടെൻഡറിങ് ആയിരുന്നു, ബിഡിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 93. യാദൃശ്ചികമായിട്ട് ബിസിനസ്സിൽ വന്നതാ. അല്ല, നമ്മൾ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതല്ല. നമ്മൾ തന്നെ ഇംഗ്ലീഷ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പം തന്നെ മിനിസ്ട്രിയിലുള്ള ഒരു ഖത്തറി പുള്ളി നമ്മുടെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പം അങ്ങനെ അവരുടെ തന്നെ ഇൻട്രോമാസ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുറേ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു മിനിസ്ട്രി ഇതായിരുന്നു. അപ്പം പുള്ളി എന്നെ വിളിച്ചു, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ഓഫറൊക്കെ ചെയ്ത് അങ്ങനെ പുള്ളിയുടെ കൂടി യാദൃശ്ചികമായിട്ട് അങ്ങ് ബിസിനസ്സിൽ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മാൻ പവർ സപ്ലൈ അല്ലേ, അതാണ് മാൻ പവർ സപ്ലൈ, അതാണ് ഒരു ഔട്ട്സോഴ്സിങ്, അതാണ് ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു മേഖലയുടെ ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഏകോപനം, ഒരു കോർഡിനേഷൻ ഭയങ്കര കാര്യമായിട്ട് വേണ്ടതാണ്. ആയിരക്കണക്കിന് ആളുകൾ. എങ്ങനെയാണത് സാധ്യമാകുന്നത്? ഈ മാൻ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഡിങ് ആണ് കൂടുതലും മിനിസ്ട്രീസിലേക്ക്. ഇത് ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ടാസ്ക് ഉള്ളു. കാരണം ഒരു 10 പേരോ 20 പേരോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇത് 2000 മേളിൽ ആൾക്കാർ വരുമ്പോൾ അവർക്കുള്ള മൊബൈൽ, അതായത് അവരുടെ അറൈവൽ തൊട്ട് ഉള്ളത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അവർ ഖത്തറിൽ അറൈവും ചെയ്യുന്നത് മുതൽ നമ്മളാണ് അവരുടെ കെയർ ടേക്കർ. അപ്പോൾ അവർക്ക് വേണ്ടുന്ന അക്കോമഡേഷൻസ്, അവർക്ക് വേണ്ടുന്ന മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കണം. അതിനായിട്ടുള്ള ആൾക്കാർ നമുക്കുണ്ടല്ലോ. അപ്പം ആ ഒരു ടീം, ക്യാമ്പുകൾ, ക്യാമ്പ് സൂപ്പർവൈസേഴ്സ്, പിന്നെ കൂടുതലും മിനിസ്ട്രിയിലോട്ടാണ് നമ്മുടെ കൂടുതലും പിന്നെ എയർപോർട്ട്, ഹോസ്പിറ്റൽസ്, ഇവിടെയൊക്കെയാണ് നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അപ്പം പിന്നെ അത് അവരുടെ അണ്ടറിലായിരിക്കും. അവരുടെ എവിടെയാണോ നമ്മൾ ആൾക്കാരെ പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ അണ്ടറിലായിരിക്കും. അത് നമുക്ക് അതായത് വെറും അൺസ്കിൽഡ് തൊട്ട് സീനിയർ ലെവൽ വരെ, സീനിയർ പോസ്റ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, എഞ്ചിനീയറിംഗ് ഡയറക്ടേഴ്സ് ഇപ്പോൾ അഹമ്മദ് ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട്, പിന്നെ എഞ്ചിനീയേഴ്സ്, സീനിയർ എഞ്ചിനീയേഴ്സ്, ഫെസിലിറ്റി മാനേജേഴ്സ് ലെവല്, അങ്ങനെയുള്ള ആ ഒരു സീനിയർ കാറ്റഗറീസ്. ഇതിനിടയ്ക്ക് വരുന്ന മിഡിൽ വരുന്ന ടെക്നീഷ്യൻസ്, എല്ലാ കാറ്റഗറിയും വരുന്നുണ്ട്.
പലപ്പോഴും പലയിടങ്ങളിലും ചെല്ലുന്ന സമയത്ത് ഈ സെപ്രോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ടീഷർട്ട് ഇട്ട ഒരുപാട് ആളുകളെ കാണാം. അതെ 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 നമ്മുടെ ഇപ്പം പൊതുവെ എല്ലായിടും, അതായത് എയർപോർട്ടാണെങ്കിലും അഹമ്മദിലാണെങ്കിലും അഹമ്മദ് ഫയർ ആൻഡ് സേഫ്റ്റി ആണെങ്കിലും നമ്മുടെ ആ ഒരു ലോഗോ വെച്ചുകൊണ്ട് ആൾക്കാർ വർക്ക് ചെയ്യും. ഓക്കെ ഓക്കെ. അതായത് ഇപ്പോൾ നമ്മളെടുക്കുന്ന ഓരോ പ്രോജക്റ്റും ഇപ്പോൾ പറഞ്ഞത് നമുക്ക് ടെൻഡർ ആയി കഴിഞ്ഞാൽ എടുക്കുന്ന പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് എന്തായാലും കുറേ ഉദ്യോഗസ്ഥരെ എടുക്കേണ്ടി വരും, ജീവനക്കാരെടുക്കും. അപ്പോൾ സാർ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അത് എന്തും ആയിക്കോട്ടെ, സ്കിൽഡ് ആയിക്കോട്ടെ സീനിയർ ആയിക്കോട്ടെ, എന്താണ് നോക്കുന്നത്? നമുക്കൊരു പ്രൊജക്റ്റ് അവാർഡ് ആവുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടുന്ന ആൾക്കാരെ സോഴ്സ് ചെയ്യുന്നത്. നമ്മളല്ലാതെ ഈ ലേബർ സപ്ലൈ അല്ല, നമ്മുടെ ഔട്ട്സോഴ്സിങ്. ലേബർ സപ്ലൈ എന്ന് കുറേ പേരെ കൊണ്ടുവന്ന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ ആളിനെ കൊടുക്കുന്നതാണ് ലേബർ സപ്ലൈ. നമ്മുടെ ഒരു ടോട്ടൽ ഡിഫറെൻ്റ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് വൈസ് ആയിരിക്കും. നമ്മൾ ടെൻഡർ ചെയ്ത് അവാർഡായി കഴിയുമ്പം ആ പ്രൊജക്റ്റിന് വേണ്ടുന്ന മാൻ പവർ ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യും. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, ഫിലിപ്പൈൻസ്, കെനിയ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഇവിടെ നിന്നെല്ലാം നമ്മൾ റിക്രൂട്ട് ചെയ്യും. അപ്പം അത് ഏത് സെഷനിൽ, ഇപ്പം സപ്പോസ് ഒരു എൻജിനീയറിംഗ് ആണെങ്കിൽ ആ എൻഡ് യൂസറിൻ്റെ എൻജിനീയേഴ്സുമായിട്ട് നമ്മൾ പിന്നെ ഇന്ത്യയിലാണെങ്കിലോ എവിടെയാന്ന് പറഞ്ഞാൽ പോയിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. ഓക്കെ. അതാ ഏത് കാറ്റഗറിയാന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന ആൾക്കാരെ അപ്പോഴത്തേക്ക് അതിനു വേണ്ടി നമ്മളൊരു ടീമിനെ അങ്ങ് സെലക്ട് ചെയ്യും. പിന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സൂപ്പർവൈസേഴ്സ്, അതിൻ്റെ വേണ്ടുന്ന മാനേജേഴ്സ്, അവരെല്ലാം നമ്മളൊരു ടീം ഉണ്ടാക്കും. ആ ടീം ആ പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യും. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അത് ആ രീതിയിൽ കൊണ്ടുപോയാലേ നടക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്, എല്ലാവരെയും കാണാറുണ്ടോ? ഞാൻ മോസ്റ്റ്ലി എല്ലാവരെയും കുറേ പേരെയൊക്കെ കാണാം. എല്ലാവരെയും ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും കുറേ പേരെയൊക്കെ കാണും. ഇടയ്ക്ക് കുറേ പേരെയൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് കാണാറുണ്ട്. പിന്നെ ഓഫീസിൽ വരും. ഓഫീസിൽ വരുമ്പം എൻ്റെ വാതിൽ ഓപ്പണാണ്, നോ പ്രോബ്ലം. ആർക്കും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരാം. പക്ഷെ വരാറില്ല, കാരണം നമുക്കൊരു സിസ്റ്റമുണ്ട്, ഓരോ ഡിവിഷൻസ് ഉണ്ട്. അവരെ വന്ന് മീറ്റ് ചെയ്യും. പിന്നെ പേഴ്സണലായിട്ട് തന്നെ വന്ന് കാണും. നമ്മൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പറയും, നമ്മളതൊന്ന് ചെയ്ത് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ 2030 എന്ന് പറയുന്നൊരു വിഷൻ ഖത്തറിൻ്റേത്. ആ ഒരു വിഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോജക്റ്റുകളും സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമാകാനായിട്ട് സെപ്രോടെക്കിന് സാധിച്ചിട്ടുണ്ട്. ഇല്ല, എൻ്റെ അത് ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, മെയിൻ്റെനൻസ് ഏരിയ വരുന്ന ഒരു കൺസ്ട്രക്ഷൻ മേഖലയല്ല. എൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയാണെങ്കിൽ ആ ഒരു നമുക്ക് 2030 വിഷനിലോട്ട് വരും. എൻ്റെ കൂടുതലും ഈ ആഫ്റ്റർ കംപ്ലീഷൻ ആയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ആണെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഒക്കെ ആണെങ്കിലുള്ള അതിനകത്ത് തന്നെ ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റിനകത്ത് വരുന്നതാണ്. അപ്പം ഹോസ്പിറ്റാലിറ്റി വരുന്നു. പക്ഷേ ഇത് ഈ 2030 വിഷൻ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെയും റിക്വയർമെന്റ് വരും. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നു. ആ ഒരു പ്രതീക്ഷ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഖത്തറിൻ്റെ ഒരു സ്വഭാവം എല്ലാവരെയും വെൽക്കം ചെയ്യുക, എല്ലാവർക്കും സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ ഇവിടേക്ക് സോഴ്സ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്ത് നിന്നുള്ളവരാണ് വരുന്നത്? നമുക്ക് കൂടുതലും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. അതായത് സ്കിൽഡ് കാറ്റഗറി കൂടുതലും വേണ്ടിയതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് മാത്രമേ കിട്ടൂ കൂടുതൽ. പിന്നെ കിട്ടും ഫിലിപ്പൈൻസിൽ നിന്ന് കിട്ടും. ബാക്കി നമ്മുടെ ഈ സൗത്ത് ഏഷ്യൻ കൺട്രിയായ പിന്നെ പാകിസ്ഥാനുണ്ട്, നേപ്പാളുണ്ട്, ബംഗ്ലാദേശുണ്ട്. ഇവിടെ നിന്നൊന്നും നമുക്ക് കൂടുതൽ സ്കിൽഡ് കാറ്റഗറിയായി കിട്ടില്ല. അതൊരു സാധാ അതായത് അൺസ്കിൽഡ് ആയിട്ടുള്ളവരെല്ലാം നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ നേപ്പാളിൽ നിന്നും ഒക്കെ നമുക്ക് പറ്റും. അല്ല, അവിടെ ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ റെയറാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷനും അതിനനുസരിച്ചുള്ള നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ നമുക്ക് ഈസിയാണ്. അല്ലെങ്കിൽ ഫിലിപ്പീൻസിൽ നിന്നും നല്ല ടെക്നിക്കൽ കാറ്റഗറി കിട്ടും. ഫുള്ള് ഇന്ത്യയിൽ നിന്നാണ്. പിന്നെ കെനിയയിൽ നിന്നും കിട്ടുന്നു. കെനിയ, ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കെനിയയിൽ നിന്ന് വരുന്നുണ്ട്, ഒരുപാട് പേര് ജോലി ചെയ്യുന്നതായിട്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ബിസിനസ് ആണെങ്കിലും ശരി, ഏതൊരു സംവിധാനമാണെങ്കിലും ശരി, സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. ഇപ്പം പ്രത്യേകിച്ച് AI പോലെയുള്ള സാങ്കേതിക വിദ്യകൾ, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളെ ഏകോപനം ചെയ്തു തുടങ്ങിയോ? അത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് AI ഇത് വരുന്നത് നമുക്ക് വല്ല പിന്നെ എന്തുവാ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയോ അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ AI നമ്മുടെ ഒരു ഈ വരുമായിരിക്കും ഫ്യൂച്ചറിൽ. കാരണം നമ്മുടെ ഇപ്പോൾ അക്കൗണ്ട്സ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ ERP സിസ്റ്റം, നമ്മുടെ സാലറീസ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് ഉണ്ടാകും, പേറോള്, അക്കൗണ്ട്സ്, ഇതെല്ലാം നമ്മളിപ്പം ഓരോ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പം ടാലി അങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയർസ്, പിന്നെ നമ്മുടെ ഇപ്പോൾ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് മാറി ഇനി ഒരു AI വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതിന് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഓക്കെ.
അതോടൊപ്പം തന്നെ ഈ ഖത്തറിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറയില്ലേ നമുക്ക് ഒരു കിട്ടിയ ഒരു അവാർഡായ ടെൻഡർ, അങ്ങനെ ഒരു വിന്നിങ് മൊമെന്റ് എപ്പോഴായിരുന്നു? അത് എനിക്ക് ഞാൻ സെപ്രോട്ടൊക്കെ 99 സ്റ്റാർട്ട് ചെയ്ത് 2006 ഏഷ്യൻ ഗെയിംസിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് സെറമണി കിട്ടുന്നു. ഓക്കെ, ഏഷ്യൻ ഗെയിംസ് നമ്മുടെ 2006 ഏഷ്യൻ ഗെയിംസ്. അപ്പം മുതലാണ് ഖത്തറിൻ്റെ ഒരു ബൂമിങ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഓപ്പണിംഗ് ക്ലോസിംഗ് സെറമണി മെയിനായിട്ടുള്ളത് ഡേവിഡ് ആറ്റ്കിൻസ്, ഓസ്ട്രേലിയൻ കമ്പനിയാണ്. അവരാണ് അത് കളർഫുൾ ഷോ ഉണ്ടാക്കണം. അതിന് വേണ്ടുന്ന ഫുൾ ക്രൂസിനെ, അപ്പോൾ അത് നമുക്ക് അവാർഡായി. അതിന് വേണ്ടുന്ന പ്ലോട്ടുകൾ ഉണ്ടാക്കുക, അതിന് വേണ്ടുന്ന ക്രൂസിനെ ഉണ്ടാക്കുക, അതൊരു വലിയ പ്രോജക്റ്റായിരുന്നു. അത് 2004 തൊട്ട് തുടങ്ങി 2006 ഏഷ്യൻ ഗെയിംസ് കഴിയുന്നിടം വരെ ഒരു 2 വർഷം നല്ല രസകരമായ ഒരു പ്രൊജക്റ്റ്. അത് ഖലീഫ സ്റ്റേഡിയത്തിലായിരുന്നു അതിൻ്റെ പ്രൊജക്റ്റ്, നമ്മുടെ ഓഫീസും കാര്യങ്ങളും. അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം നൽകിയ ഒരു പ്രൊജക്റ്റായിരുന്നു. അത് നമുക്ക് അന്നത്തെ ഷെയ്ഖ് അഹമ്മദ് എമീറിൻ്റെ അപ്രിസിയേഷൻ ലെറ്ററൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു, കമ്പനിക്ക് കിട്ടിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും സന്തോഷം നൽകിയതാണെങ്കിലും ഏറ്റവും പരിശ്രമവും ഏറ്റവും കഠിനാധ്വാനവും വേണ്ടി വന്നത് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഏതായിരിക്കും? അത് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. എസ്പെഷ്യലി ഈ ഫെസിലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഇപ്പം ഫയർ ആൻഡ് സേഫ്റ്റി നിന്നുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാരെ അതിനെ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതുപോലുള്ള ആൾക്കാർ ഒരു 100 പേരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരാളെ കിട്ടുന്നത്. അതുപോലെ ടെക്നിക്കൽ കാറ്റഗറി അത് ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊജക്റ്റ് അവാർഡായി ആൾക്കാർ മൊബിലൈസ് ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് കഴിഞ്ഞാൽ പെനാൽറ്റി ക്ലോസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ ആയിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ആളിനെ നമുക്ക് സോഴ്സ് ഔട്ട് ചെയ്യണം, അത് ഫിൽട്ടർ ചെയ്യണം. അതൊരു വലിയ പ്രൊസീജിയറാണ്. അതെന്ന് പറഞ്ഞാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ എൻജിനീയേഴ്സിനെ കൊണ്ടുപോയിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ആ എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിയിൽ നിന്ന് വരുന്നവരായിരിക്കും, അവിടുത്തെ എൻഡ് യൂസേഴ്സ് ആയിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ആൾക്കാരെ വരുമ്പോൾ നമ്മൾ ടെൻഷനാവും. കാരണം ഒരു 100 പേര് ഇൻ്റർവ്യൂ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ 5 പേര് സെലക്ട് ആവും. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അത് ഭയങ്കര ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഇൻ്റർവ്യൂ കാര്യങ്ങളും. 99 തുടങ്ങുന്ന സെപ്രോടെക്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഏതെങ്കിലും ജീവനക്കാരുണ്ട്? ഉണ്ട്, അന്ന് തൊട്ടുള്ളത് ഉണ്ട്. കുറേ പേരുണ്ട്. തുടക്കം തൊട്ടുള്ള ആൾക്കാർ പിന്നെ കുറേ പേരുണ്ട്. എൻ്റെ ടീ ബോയ് വരെ ഇപ്പോഴും 99 സ്റ്റാർട്ട് ചെയ്ത 2000 സ്റ്റാർട്ട് ചെയ്ത അന്ന് വന്ന ആള് ഇപ്പോഴും ടീ ബോയ് വരെ എൻ്റെ കൂടെ തന്നെ ഇപ്പോഴും. എനിക്ക് അതിൽ സന്തോഷമുള്ളത് അങ്കിളുടെ ഓഫീസിൽ ഞാൻ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും വരാറില്ല, ടീ ബോയ് എപ്പോഴും വരാറില്ല. അതെ. അപ്പൊ അങ്കിൾ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമുണ്ട്, കണ്ടോ എൻ്റെ കൂടെ തുടക്കം തൊട്ടുള്ള അതിപ്പോ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ കുറേ ശ്രീലങ്കൻസ് ഉണ്ട്, നേപ്പാളീസ് ഉണ്ട്. ബിഗിനിങ് തൊട്ടുള്ള 26 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കുറേ പേരൊക്കെ അങ്ങ് റിട്ടയർ ആയി പോയി, ഏജ്ഡ് ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 100 പേര് മേളിൽ ആൾക്കാർ 27 വർഷമായിട്ടുള്ളവരുണ്ടാവും ഇപ്പോഴും ഉണ്ട്. എന്താണ് സ്റ്റാഫ് വെൽഫെയറിന്റെ രഹസ്യം? വെൽഫെയറിന്റെ രഹസ്യം ഒന്നുമില്ല, ഓൺ ടൈം സാലറി കൊടുക്കണം. നമ്മൾ ഒരാൾക്കൊരു സാലറി പറഞ്ഞാൽ ഞാനൊരു സാലറി കമ്മിറ്റ് ചെയ്ത് ആ സാലറി കൊടുക്കുക, അത് ഓൺ ടൈം കൊടുക്കണം. അത് വളരെ, കാരണം അത് വളരെ ഈ നമ്മൾ സാധാരണ ലോക്കൽ കമ്പനികളിൽ സാലറി പറഞ്ഞിട്ട് ഇവിടെ എത്തുമ്പം കുറച്ച് കൊടുക്കുന്നവരുണ്ട്. നമ്മൾ ആ ഒരു പരിപാടി നമുക്കില്ല. പറയുന്ന സാലറി ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. നമ്മുടെ ഒരു സാലറി ഫിക്സ് ചെയ്യുക, അത് ഡീലാണ്. ആ ജോലിയുടെ അനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് അനുസരിച്ച് നമ്മുടെ റേറ്റ് അനുസരിച്ചാണ് നമ്മൾ സാലറി ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പം ഹൈ സാലറി ആവും, ചിലപ്പം സോലോസ്. അപ്പം ചില കോമ്പറ്റീഷൻ ഫീൽഡിൽ വളരെ റേറ്റ് കുറച്ച് ചിലപ്പോൾ നമുക്ക് ടെൻഡർ അവാർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ബേസിക് സാലറി അന്നേരം കുറയും. അതിനനുസരിച്ച് അവർ എഗ്രീഡ് ആണെങ്കിൽ അവർ വരും. വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന ടൈം നമ്മുടെ ഒരു ഖത്തർ ലേബർ ലോ അനുസരിച്ച് 5-ന് മുമ്പ് സാലറി കൊടുക്കണം. ഒരു മാസം 5-ന് മുമ്പ് സാലറി കൊടുത്തിരിക്കും. ഇപ്പം എൻ്റെ മിനിങ്ങാന്ന് സാലറി പോയി കഴിഞ്ഞു, 4th എല്ലാം ഫുൾ സാലറി പോയി കഴിഞ്ഞു. അത് 5-ന് മുമ്പ് സാലറി പോകണം. അതാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ വെൽഫെയർ. പിന്നെ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഇൻകം കിട്ടുമ്പോൾ, മന്ത്ലി ഇൻകം വരുമ്പം അതിൽ നിന്നൊരു ചെറിയ ഭാഗം എടുത്ത് മാറ്റി വെൽഫെയറിലേക്ക് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ചിലർക്കൊരു പ്രോബ്ലം വരും. പിന്നെ ചില സമയങ്ങളിൽ ഇടയ്ക്ക് പിന്നെ
പ്രളയം അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ എർത്ത് ക്യൂക്ക്, നേപ്പാളിൽ അന്ന് എർത്ത് ക്യൂക്ക് ഒക്കെ ഉണ്ടായപ്പം നമ്മൾ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്ത് ഈ വെൽഫെയറിൽ നിന്ന് നമ്മുടെ സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യും. അത് അവർക്ക് ഹാപ്പിയാണ്. പിന്നെ ലോൺ കൊടുക്കും. കമ്പനി ലോൺ കൊടുക്കും. ഒരാളുടെ 2 മാസത്തെ സാലറി വരെ അവർക്ക് ലോൺ എടുക്കാം വിതൗട്ട് എനി ഇൻട്രസ്റ്റ്, നിൽ ഇൻട്രസ്റ്റ്, ഒന്നുമില്ലാതെ അവർക്ക് ലോൺ എടുത്തിട്ട് അവർ പതുക്കെ അടയ്ക്കും. പിന്നെ ചിലർക്ക് ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ളവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അവൻ്റെ എൻഡ് ബെനിഫിറ്റ് കിട്ടും. അത് ഈ അവരുടെ ഗ്രാറ്റുവിറ്റിയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് അവർ പറയും എനിക്ക് അതിനകത്തുനിന്ന് കുറേ ഫണ്ട് തരാൻ പറഞ്ഞ് നല്ലൊരു എമൗണ്ട് കാണും. അത് അവർക്ക് എടുക്കാം, എപ്പോൾ വേണമെങ്കിലും എടുക്കാം. എടുത്തിട്ട് അത് നമുക്ക് എന്തായാലും നമ്മൾ കൊടുക്കേണ്ട പൈസ, ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കേണ്ടതാ. അപ്പോൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാവും. അതാണ് നമ്മുടെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഓൺ ടൈം സാലറി. അതിനുശേഷം ഇപ്പൊ സെപ്രോടെക് പിന്നീടാണ് അംബാജിലേക്ക് വരുന്നത്. അതെ, അംബാജ് വാട്ടറിലേക്ക്. അതെ, എന്താണ് അങ്ങനെ അത് കുടിനീർ തീരുമാനം? അതും ഒരു നിയോഗം മാതിരിയാണ്. നമ്മളൊക്കെ ഈ ഓരോ ഫിലിം ആക്ടേഴ്സിൻ്റെ ഒക്കെ ഇത് കാണുമ്പോൾ പറയും സിനിമയിൽ എങ്ങനെ വന്നു, അത് നിയോഗം മാതിരി വന്നെന്ന് പറയും. അതുപോലെ എൻ്റെയും ബിസിനസ് വന്ന ഒരു നിയോഗം മതി. തുടങ്ങണമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതല്ല, കുറേ പൈസ കൊണ്ട് വെച്ചൊരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് ഞാൻ ചെയ്തിട്ടില്ല. ഇതും നിയോഗം മാതിരി എൻ്റെ സ്പോൺസറും എൻ്റെ പാർട്ണറുമായ നമ്മുടെ ചെയർമാനുമായ റബി ഇബ്രാഹിം അബ്ദുള്ള അൽഹൈ അൽഖോർ ബേസ്ഡാണ്. അവന് ആണ് ഈ ഫാക്ടറി അവന് പെട്ടുപോയത്. ഇത് ഏതോ ഒരു അറബി സ്റ്റാർട്ട് ചെയ്ത ഫാക്ടറി ആയിരുന്നു ആദ്യം, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത് പുള്ളിക്കത് സക്സസ് ആയില്ല. അത് പലരും വന്ന് കുറേ മിസ്രികളോ ഈജിപ്ഷ്യൻസ് ഇവരൊക്കെ ഉണ്ടായിരുന്ന സിറിയക്കാരൊക്കെ അവരൊക്കെ ചീറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഏതോ പഴയ മെഷീനറി ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് അവർ കാശടിക്കാനായിരിക്കും. അങ്ങനെ ആ അറബിയെ ചീറ്റ് ചെയ്തിട്ട് അത് പിന്നെ പൂട്ടിപ്പോയി. അയാൾ പൂട്ടുപോയി വേറെ ഏതോ അറബി പിന്നെ അത് വാങ്ങി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അറബിയുടെ അടുത്തേക്ക് വന്നപ്പം അയാൾക്ക് ഈ വെള്ളത്തിൻ്റെ ഇത് കണ്ട് എങ്ങനെയോ അയാളിത് വാങ്ങി. പക്ഷേ ഈ കൂടെ നിൽക്കുന്നവരോ ബിസിനസ് ചെയ്യുന്നവരും നമ്മുടെ ഈ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എല്ലാം നമ്മൾ കെയറായിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ തകർന്നു. ഇത് കൊണ്ടുവന്ന് ബിസിനസ് ചുമ്മാ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കുറേ പേര് കളിപ്പിച്ച് പോയി പിന്നെ അങ്ങ് പൂട്ടിയിട്ട് 3-4 വർഷം അടഞ്ഞു കിടക്കുവാൻ. അപ്പം നമ്മുടെ മേഖലയല്ല ഈ വാട്ടർ. അപ്പം നമുക്കിതിനെപ്പറ്റി ഐഡിയ ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇവൻ വന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു പ്ലീസ് നീ ഇത് എടുക്കുക, നീ നടത്തുക. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് ഗവൺമെൻറ് ഇത് കുറേ ലോണൊക്കെ ഉള്ളതാണ്. അപ്പം അത് അവർ ബാങ്ക് വന്ന് അക്വയർ ചെയ്യുന്നുള്ള ഇത് വന്നപ്പം പുള്ളി വളരെ വിഷമത്തോടെ ഇരിക്കുന്നപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞ് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എനിക്കൊന്നും വേണ്ട, നീ വാട്ടർ ഫാക്ടറി ഒന്ന് നടത്തി തരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവൻ്റെ ആ വിഷമം കണ്ടുകൊണ്ട് മാത്രം ഞാൻ അതിനകത്ത് എൻ്റർ ചെയ്യായിരുന്നു. ഞാൻ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഹെൽപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ എടുക്കാം. അപ്പം നമുക്കിത് ഞാൻ ചെന്ന് ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പം പഴയ മെഷീൻസ്, അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഐഡിയ ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് ദുബായിൽ ഫുഡ് ആൻഡ് ബെവറേജ് എക്സിബിഷൻസ് നടക്കുന്ന അവിടെ പോയി പിന്നെ കുറേ ഇൻ്റർനെറ്റിലൊക്കെ ഇതിനെപ്പറ്റിയുള്ള ഐഡിയാസ് കംപ്ലീറ്റ് എടുത്തു. എങ്ങനെയാണ് വാട്ടർ ഫാക്ടറി, മിനറൽ വാട്ടർ എങ്ങനെയാണ് അത് നമുക്ക് എടുക്കേണ്ടതെന്നുള്ള രീതിയിൽ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് ഞാൻ അവന് കൈ കൊടുത്തിട്ട് പറഞ്ഞൊക്കെ ഞാൻ നടത്തിക്കോളാം. എന്നിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീൻ ഔട്ട്സോഴ്സ് ചെയ്യാൻ എനിക്ക് നാട്ടിൽ ഞാൻ ഈ ചൈനയുടെ മെഷീനാണ് കിടന്നത്. ഞാൻ പിന്നെ മനസ്സിലാക്കി ഇന്ത്യയിൽ നല്ല മെഷീൻസ് ഉണ്ട്. അങ്ങനെ നാട്ടിൽ പോയി ഫുൾ ലൈൻ നാട്ടിൽ പോയിട്ടാണ് ഞാൻ മെഷീൻ കൊണ്ടുവന്നു. അതിന് ടീമിനെ ഉണ്ടാക്കി. നമുക്ക് പിന്നെ ഈ ഔട്ട്സോഴ്സിങ് ഇതുള്ളത് കാരണം നമുക്ക് ടീമിനെ ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പം നമ്മുടെ കയ്യിൽ ആൾക്കാരും ഉണ്ട്. അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ മെഷീൻ കൊണ്ടുവന്നു. അങ്ങനെയാണ് വെള്ളത്തിലോട്ട് നമ്മൾ സ്റ്റാർട്ടാവുന്നത്. അത് എങ്ങനെ പോകുന്നു? അത് ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണല്ലോ. നമ്മുടെ സാധാ ഡീസാലിനേഷന് വരുന്ന വെള്ളം ഫിൽട്രേഷനാണ് ആദ്യം. ഫിൽട്രേഷൻ ഓസോൺ, അതായത് കംപ്ലീറ്റ് അതിനകത്തുള്ള ക്ലോറിനെ എല്ലാം റിമൂവ് ചെയ്യണം. ഈ വെള്ളം ബോട്ടിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരിക്കലെങ്കിലും ആ കമ്പനി ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ വരുന്നില്ല. വെൽക്കം. തീർച്ചയായിട്ടും ഒന്ന് കാണേണ്ടത്. വെള്ളം പ്രോസസ്സ് ചെയ്യുന്നത് ആദ്യം നമ്മൾ വെള്ളത്തിൻ്റെ ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് വരുന്ന സീ വാട്ടർ, സ്വീറ്റ് വാട്ടർ, കടലിൽ നിന്ന് ഡീസാലിനേഷൻ പ്ലാന്റിൽ നിന്ന് വരുന്ന വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് നാച്ചുറൽ വാട്ടർ നമുക്ക് കുഴിച്ചെടുത്തുള്ള വെള്ളമുണ്ട്, നമുക്ക് ബോർവെൽ വാട്ടർ ഉണ്ട്. അത് എനിക്കൊന്ന് റയാൻ ബോർവെൽ വാട്ടറാണ്. ഇത് നല്ല സ്വീറ്റ് വാട്ടർ തന്നെയാണ്. ഇത് നമ്മൾ ഇതിനകത്തുനിന്ന് ക്ലോറിനും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം.
അതിനാണ് ഓസോൺ ഉണ്ട്. ഓസോൺ പ്ലാന്റിൽ കൂടിയാണ്, ഓസോണിന് ശേഷമാണ് ഇത് ഫിൽട്രേഷനാണ്. അതിനകത്ത് കാർബൺ ഉണ്ട്, സാൻഡ് ഉണ്ട്, പിന്നെ മൈക്രോ ഫിൽട്രേഷൻ ഉണ്ട്. പല ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് പ്യുവർ വാട്ടർ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ഈ മെയിനായിട്ടുള്ള ഘടകം ഈ പ്യുവർ വാട്ടറിൽ മിനറൽസ് കാണില്ല. നമ്മുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ പാറയിൽ നിന്ന് വരുന്നതിനകത്ത് ഓൾറെഡി മിനറൽസ് ആഡ് ചെയ്ത് നമ്മുടെ നാട്ടിലെ ബോർവെല്ലിൽ നമ്മുടെ വെല്ലിനകത്ത് നിന്ന് കിട്ടുന്ന വെള്ളമെല്ലാം മിനറൽസ് ഉള്ളതാണ്. ഇതിനകത്ത് മിനറൽസ് അതിന് വേണ്ടുന്ന മിനറൽസ് നമ്മുടെ ആഡ് ചെയ്യുന്നതാണ് ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഹെൽത്തിന്. പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം ഇതുപോലുള്ള മിനറൽസ് അത് ഞാൻ നമ്മുടെ ജർമ്മനോ അമേരിക്ക മാത്രമേ യൂസ് ചെയ്തുള്ളൂ, ചൈനയുടെ യൂസ് ചെയ്യുന്നില്ല. മിനറൽസ് ആണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഏറ്റവും ഹെൽത്തി. എല്ലാ വാട്ടർ കമ്പനിക്കാരും യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു പ്രോസസ്സിലാണ്. അതിനകത്ത് പിന്നെ റയാൻ അല്ലെങ്കിൽ അൽക്കലൈവ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അക്വ പല പുറത്തുനിന്ന് വരുന്ന ബ്രാൻഡുകളോ ഇൻ്റർനാഷണൽ ബ്രാൻഡ് എല്ലാം സെയിമാണ്. വെള്ളമെല്ലാം സെയിം തന്നെ. പിന്നെ ബ്രാൻഡിന് വില കണ്ടുകൊണ്ട് ആൾക്കാർ ഇച്ചിരി വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആണെന്ന് പറയത്തേ ഉള്ളൂ. വെള്ളം എല്ലാം സെയിം തന്നെ. പക്ഷേ ഈ മിനറൽസ് ആഡ് ചെയ്ത് pH ലെവൽ കൂട്ടണം. നമ്മുടെ pH ലെവലുണ്ട്, അത് pH ലെവൽ ഒരു 7 എബോവ് ആയിരിക്കണം. നമ്മൾ 7.5, 8 ഒക്കെ ആകുമ്പോൾ അൽക്കലൈൻ വാട്ടറായിട്ട് വരുന്നത്. അതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ പ്രോസസ്സിങ്. പിന്നെന്ന് പറഞ്ഞാൽ ബോട്ടിലുണ്ടാക്കുക. ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ നിന്ന് ഒരു ബൈ പ്രൊഡക്റ്റാണ്, പെട്രോളിയം ബൈ പ്രൊഡക്റ്റിൻ്റെ ആണല്ലോ ഈ PP. അത് കൊണ്ടുവന്ന് നമ്മൾ ക്യാപ്സൂൾ വാങ്ങിക്കുക. അത് ക്യാപ്സൂൾ വാങ്ങിച്ചിട്ട് ക്യാപ്സൂളിനെ ബ്ലോ ചെയ്യും, ബോട്ടിലാക്കും. ആ ബോട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഈ വെള്ളം, നമ്മുടെ ഈ പ്രോസസ്സ് ചെയ്ത വെള്ളം ഫിൽറ്ററിൽ പിന്നെ ഫില്ലിങ്ങിൻ്റെ ഏരിയയിൽ വരും. അതൊന്ന് ഫില്ല് ചെയ്യുക, വാഷ് ചെയ്യുക, ബോട്ടിൽ വാഷ് ചെയ്ത് ഫില്ല് ചെയ്ത് ലേബൽ ഒട്ടിച്ച് പാക്ക് ചെയ്ത് പ്രൊഡക്റ്റ് ആയിട്ട് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകുക. ശരിക്കും പറഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ പരസ്യം ഇതുപോലെയുള്ള ബിസിനസ്, കാരണം ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ് ഇതിൽ. കാരണം എനിക്ക് തോന്നുന്നു 2 മാസം കൂടുമ്പോൾ ഒരു വാട്ടർ കമ്പനി പൊങ്ങി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പരസ്യം എത്രത്തോളം സഹായിക്കും? പരസ്യം വളരെ പരസ്യം വേണമല്ലോ. ഇതിപ്പോൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ പബ്ലിക്, അതായത് മനുഷ്യർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ വെള്ളമായാലും ഫുഡാണെങ്കിൽ എല്ലാത്തിനും പരസ്യം, അതായത് ജനങ്ങളിൽ എത്തണം. ഇന്ന ഒരു സാധനമുണ്ട്, അന്നേരം പരസ്യം മസ്റ്റാണ്. അല്ലെങ്കിൽ ആരും കണ്ടിട്ട് ആരും അറിയത്തില്ലെങ്കിൽ ചിലപ്പോൾ വാങ്ങില്ല. അപ്പം പരസ്യം ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് മാർക്കറ്റിംഗ്. ഞാൻ കുറേ പിന്നെ സോഷ്യൽ മീഡിയ, നിങ്ങൾക്ക് ഇവിടെ റേഡിയോയിലാണെങ്കിലും പേപ്പറിൽ ഒരു സമയത്ത് ഗൾഫ് ടൈംസ് ന്യൂസ് പേപ്പറിൻ്റെ ഡെയിലി ഫ്രണ്ടിൽ ആഡ് ഇടുമായിരുന്നു. അങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്. നമ്മൾ മാർക്കറ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ ഒരു ബ്രാൻഡ് നെയിം നമ്മൾ ജനങ്ങളിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക് സൈക്കോളജിക്കലി അവർ ചെന്ന് കടയിൽ കാണുമ്പോൾ അത് പേര് ഓർത്തിരുന്ന് അത് വാങ്ങണം. അതിനാണ് അഡ്വർടൈസ്മെന്റ് ഒരു വലിയ ഭാഗമാണ്. ഈ ഒരു സമയം ഇപ്പം നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെയാണ് കടന്നുപോയത്. ഈ സമയത്ത് കണ്ട അംബാജ് വാട്ടർ കണ്ട ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരുന്നു? വെള്ളം എല്ലാവർക്കും എപ്പോഴും ആവശ്യമാണല്ലോ. ഓപ്പർച്യൂണിറ്റീസ്. പ്രൊഡക്ഷൻ കൂട്ടിയോ ഈ സമയം? പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ നമ്മൾ 24 hours ആക്കി. 24 hours എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഇനിയും നമ്മൾ പുതിയ മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പുതിയ മെഷീൻ വരുമ്പോൾ കപ്പാസിറ്റി കൂട്ടും. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലായിടും കോമ്പറ്റീഷൻ ഉള്ളൊരു മാർക്കറ്റാണ്. വെള്ളമാണെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം വെള്ളമുള്ള അതിൻ്റെ ആ കോമ്പറ്റീഷനകത്ത് നിലനിർത്തിക്കൊണ്ട് പ്രൈസ് റെഗുലേറ്റ് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ പോയിട്ട് മാർക്കറ്റ് ചെയ്ത് സാധനം വിൽക്കും. അതേ ഉള്ളൂ. അല്ല പ്രത്യേക ഓപ്പർച്യൂണിറ്റീസായിട്ട് ഇപ്പം പെട്ടെന്ന് ഈ വാറ് സമയത്ത് എല്ലാവരും വെള്ളം സ്റ്റോക്ക് ചെയ്യും. അപ്പം എല്ലാവർക്കും ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്, വിൽക്കാൻ പറ്റും. പെട്ടെന്ന് വന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു, കൊടുക്കാനില്ലായിരുന്നു. അതുപോലെ പെട്ടെന്ന്, കാരണം എല്ലാവരും വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഒരു അവൈലബിലിറ്റി കുറഞ്ഞായിരുന്നു. അന്നേരം എല്ലാവരും കൂടുതൽ പ്രൊഡക്ഷൻ ആക്കി. അപ്പം നമ്മൾ 24 hours പ്രൊഡക്ഷനാക്കി. 24 hours പ്രൊഡക്ഷനാണ്. കുടുംബത്തെക്കുറിച്ച്? കുടുംബം ഞാൻ വൈഫ് മിനി തിരുവല്ലക്കാരിയാണ്. ഫിലിം ഡയറക്ടർ ബ്ലസ്സിയുടെ സിസ്റ്ററിൻ്റെ മകളാണ്. പിന്നെ എൻ്റെ മകൻ അനൂജ് മാത്യു ജോസ്. പുള്ളി ബിസിനസ് മാനേജ്മെൻറ്റ് മാസ്റ്റർ UK നോട്ടിംഗ്ഹാം ട്രെൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ എടുത്തു.
അവിടെ വർക്ക് ചെയ്യുന്നതായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് എൻ്റെ കൂടെ ഇപ്പം ജോയിൻ ചെയ്തു. കമ്പനിയുടെ AGM ആണ്. സെപ്രോടെക്കും അംവാജിൻ്റെയും ഒക്കെ ഏരിയയിൽ പുള്ളി ആക്റ്റീവാണ്. ഓക്കെ, വളരെ ആക്റ്റീവായിട്ട്. വളരെ ആക്റ്റീവാണ്. ശരിക്കും സാറിൻ്റെ സ്വദേശം എവിടെയാണ്? എൻ്റെ ഒറിജിനലി ഞാൻ ബേസിക്കലി പുനലൂരുകാരനാണ്. പുനലൂരിൽ പക്ഷെ ഞാൻ തിരുവല്ലയാണ് സെറ്റിൽ ആയിരിക്കുന്നത്. കുമ്പനാട് അവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത്. സിനിമ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നില്ല. സിനിമകളിലൊക്കെ ചെറിയ മുഖമൊക്കെ കാണിച്ച് ഇങ്ങനെ പോകുന്നത് ഏതൊക്കെ സിനിമകളായിരുന്നു? അത് യാദൃച്ഛികമായിട്ട് എല്ലാം ഈ യാദൃച്ഛികമായിട്ടുള്ള ഇന്റർവ്യൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അങ്കിളാണ് ബ്ലസ്സി ഡയറക്ടർ. അപ്പം പുള്ളി ആടുജീവിതത്തിൽ ഇങ്ങനെ ഞാൻ അന്നേരം എന്നെ ലൊക്കേഷനിൽ ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പം അന്ന് ലൊക്കേഷനിൽ വന്നപ്പോൾ എൻ്റെ അന്നേരം പറഞ്ഞു, ഒരു അറബിയുടെ ഒരു എൻട്രി ഉണ്ട് ക്ലൈമാക്സിൽ, ജോസ് അത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പുള്ളി നിർബന്ധിച്ച് ഒരു ജസ്റ്റ് ഒരു പോർഷനേ ഉള്ളൂ, വന്നു പോകുന്ന ഒരു ഇത്. അത് നമ്മുടെ താടിയൊക്കെ കണ്ടിട്ടാണ് പുള്ളി അറബി ഒരു എൻട്രൻസ് ഒരു ക്ലൈമാക്സിലൊരു കയറി വരുന്ന ഒരു അറബിയായിട്ട്, ഇയാളിനെ തപ്പി വരുന്ന ഒരു അറബിയായിട്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യുന്ന അബാ മൂവീസ് ഇബ്രാഹിമാണ്. അപ്പോൾ പുള്ളി അന്നേരം എൻ്റെ ഇത് കണ്ടിട്ടൊന്ന് എൻ്റെ രണ്ട് പടം വരുന്ന അതിനകത്ത് ചെയ്യണമെന്ന് പുള്ളി നിർബന്ധിച്ച്. മച്ചാൻ്റെ മലാക അതിനകത്ത് പിന്നെ ഒരു എന്തുവാ സ്റ്റേഷൻ സൗബിനും നമിതയൊക്കെയാണ്. അതിനകത്തൊരു സ്റ്റേഷൻ മാസ്റ്റർ, ഇപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടിലെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഒരു ഗസ്റ്റ് റോളായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരുടെ പുള്ളിയുടെ തന്നെ രവീന്ദ്ര നീ എവിടെയെന്നൊന്നും സിനിമ, അതിനകത്തൊരു ക്യാരക്ടർ റോളാണ്. അത് ത്രൂഔട്ട് ചെറിയൊരു റോള് ചെയ്തു. അതെ, അത് നമ്മുടെ ഒരു ഫീൽഡല്ല. പിന്നെ നമ്മളൊരു പാഷൻ, നമുക്കൊരു ആഗ്രഹം ഉണ്ടായത്. നമ്മൾ ഈ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള കലയിൽ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതിനകത്തൊരു താല്പര്യം ഉണ്ടായതുകൊണ്ട് ഒരു പാഷൻ എന്നുള്ള രീതിയിൽ വന്നു. പാട്ട് കേൾക്കാറുണ്ടോ? റേഡിയോ കേൾക്കാറുണ്ടോ? പാട്ട് കേൾക്കാറുണ്ട്, റേഡിയോ കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ സാധാരണ ഞാൻ ഇപ്പം നമുക്ക് ഡ്രൈവറുണ്ട്, പ്രത്യേകം ഡ്രൈവ് ചെയ്യാറില്ല. കാരണം ചില സമയത്ത് ഉറക്കം തൂങ്ങിപ്പോകും. നമ്മൾ ഡ്രൈവറെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് റേഡിയോ ഒക്കെ കേട്ട് റിലാക്സ് ആയിട്ട് പാട്ടൊക്കെ കേട്ടാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര പാട്ടൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം സാർ. വളരെ സന്തോഷം. വന്നതിനും ക്ഷണിച്ച് അപ്പം തന്നെ എത്തി. ഒറ്റ കോളേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ദിവസം ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് നാഷണൽ ബിവറേജ് ഡേ ആണ്. നാഷണൽ ബിവറേജ് May 6th നാഷണൽ ബിവറേജ് ഡേ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അതിനാണോ എന്നെ ഇനി വെള്ളത്തിന്റെ ഇതിനെ വിളിച്ചതെന്ന് ചോദിച്ചു. പക്ഷെ ഞാനിങ്ങനെ യാദൃശ്ചികമായിട്ട് അത് കണ്ടത് എവിടെയോ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അന്നേരം എന്തായാലും വരുമല്ലേ എന്താണ് നാഷണൽ ബിവറേജ് ഡേ. അപ്പൊ May 6th നാഷണൽ ബിവറേജ് ഡേ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് ഹാവ് എ ഡ്രിങ്ക്. നിങ്ങൾ ഹാവ് എ സോഡ, ഹാവ് എ കോള, ഹാവ് എ ജ്യൂസ്, ഹാവ് എ വാട്ടർ, ചിൽഡ് വാട്ടർ. അപ്പൊ ഇന്ന് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഇനി സന്തോഷം, വളരെ സന്തോഷം. വളരെ സന്തോഷം വിളിച്ചതിൽ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.